ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിന്റെയും ദർഗകൾ ഉണ്ടാക്കുന്നതിന്റെയും ഇസ്ലാമിക വിധി എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സ്വഹാബികൾ ആരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അവിടെ ഒരു ദർഗയാക്കി മാറ്റിയിട്ടില്ല. ഒരു പ്രവാചകന്റെ ഖബറാണ്, അതുപോലും ഒരു ചാണ് മാത്രമാണ് സ്വഹാബികൾ ഉയർത്തിയിട്ടുള്ളത്. അവരവിടെ ദർഗ ഉണ്ടാക്കുക, അവിടെ നേർച്ചപ്പൂരം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? അവിടെ ദർഗയാക്കി മാറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്? അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നേരെ എതിരാണ്. ഏത് മഹാന്മാരുടെ ഖബറാണെങ്കിൽ അത് ഒരു ചാണിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല എന്നാണ് അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ദർഗകളും ജാറങ്ങളും അവിടെ സിയാറത്ത് ടൂറുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും സ്വഹാബികൾക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ഇന്ന് സലഫികൾക്കും ഒരു കെട്ടിപ്പൊക്കിയ ഖബറുകളോ ദർഗകളോ ഇല്ലാത്തത്. കാരണം സലഫികൾ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും മാർഗമാണ് പിന്തുടരുന്നത്. എന്നാൽ സമസ്തക്കാർ ആരുടെ മാർഗമാണ് പിന്തുടരുന്നത്? സ്വഹാബികളുടെ മാർഗമാണോ? ഷിയാക്കളുടെയും ജൂതന്മാരുടെയും നസാറാക്കളെയും പോലെ ഖബറുകൾ കെട്ടിപ്പൊക്കുക, അവിടെ ആരാധന കേന്ദ്രങ്ങളാക്കുക, അവിടെ പോയി സങ്കടം പറയുക, ഇതൊന്നും ഇസ്ലാമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.